നമസ്കാരം. പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ഉദ്ദേശശുദ്ധിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം പ്രതീക്ഷിച്ചതിലുപരി വിജയം കൈവരിക്കുവാനും, എന്നാൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ജൂൺ മാസത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്നിരുന്നാൽ പോലും ഇത് മനസ്സിൽ ഉദ്ദേശിക്കൊണ്ട് പല വിധത്തിലുള്ള പദ്ധതികളും ഏറ്റെടുക്കുവാനും സാധ്യതയുണ്ട്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ എല്ലാ കാര്യങ്ങൾക്കും പ്രാരംഭത്തിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെടുകയും ഇത് മുൻകൂട്ടി മനസ്സിലാക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ 1-2 വർഷമായിട്ട് തൊഴിൽ മേഖലകളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ വളരെ നിയന്ത്രണത്തോടു കൂടിയതായിട്ടുള്ള സമീപനം അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ക്രമാനുഗതമായിട്ടുള്ള മാത്രമേ പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 8 മണിക്കൂറിന് പകരം 10 മണിക്കൂർ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ അവിചാരിതമായിട്ട് ഉദ്യോഗം നഷ്ടപ്പെടുവാനും മറ്റൊരു ജോലി കിട്ടുമെങ്കിൽ പോലും ജൂൺ മാസത്തിന് ശേഷം മാത്രമേ നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ള ഉദ്യോഗം ലഭിക്കാൻ സാധ്യതയുള്ളൂ. മറ്റു ചിലർ ജോലിയോടൊപ്പം തന്നെ ഭാവിയിലേക്ക് ജോലി സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും.